കാലവർഷം ആരംഭിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും സംസ്ഥാനത്തെ പലയിടങ്ങളിലും മഴ കനിഞ്ഞില്ല. മഴ കുറഞ്ഞത് കോഴിക്കോട് ജില്ലയിലെ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇതോടെ മഴക്കാല വിളകൾ ഇറക്കാനാകാത്ത ആശങ്കയിലാണ് കർഷകർ. ഇടവപ്പാതിയും മിഥുനവും തകർത്തു പെയ്യേണ്ട സമയമാണ്. എന്നാൽ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ച് ഇത്തവണ മാറി നിൽക്കുകയാണ് മഴ. കാലവർഷം തുടങ്ങി ഒരു മാസത്തിലേറെയായിട്ടും ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനാൽ കോഴിക്കോട്ടെ പാടശേഖരങ്ങൾ വേനലിൽ എന്ന പോലെ വറ്റിവരണ്ട് കിടക്കുന്നു. കഴിഞ്ഞ വർഷം ജൂൺ പകുതിയോടെ തന്നെ ജില്ലയിലെ ഭൂരിഭാഗം കർഷകരും ഞാർ ഉൽപ്പാദിപ്പിക്കുന്നതിനായി വിത്ത് പാകിയിരുന്നു. എന്നാൽ ഇത്തവണ വയലുകൾ കാർഷിക യോഗ്യമാക്കാൻ പോലും കർഷകർക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ വിളവെടുത്ത അതേ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും വയലുകൾ. മഴ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ കാർഷിക മേഖലയിൽ മഴയെ കാണല് കർക്കിടകം 10 വരെ ശക്തമായ മഴ എന്നുള്ളതാണ് കർഷകരായിട്ടല്ലേ ഞങ്ങളൊക്കെ കാണുന്ന കാഴ്ച. കർക്കിടകം 10-ന് ശേഷം ഞങ്ങൾ ധൈര്യസമേതം നിൽക്കാണ്. വയലിലെ പണികൾ, മേൽത്തട്ടിലെ പണികളൊക്കെ തുടങ്ങിക്കഴിയും. ഇപ്പോൾ മിഥുനം അവസാനമായി. കർക്കിടകം 10 എന്ന് പറയാൻ 20 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 20 ദിവസത്തിനുള്ളിൽ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് നോക്കുകയാണെങ്കിൽ കൃഷി ഇറക്കാൻ വളരെയേറെ പ്രയാസമാണ്. ഇറക്കാൻ കഴിയില്ല. കോഴിക്കോട് ജില്ലയിൽ കൃഷിയെ ഏറെ ആശ്രയിച്ച് കഴിയുന്ന ചാത്തമംഗലം, മാവൂർ, പെരുവയൽ, കൊടിയുത്തൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ കർഷകരെയാണ് പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇതേ നില തുടർന്നാൽ ഇത്തവണത്തെ ഓണവിപണിയെയും ഇത് ദോഷകരമായി ബാധിക്കും. ഓണക്കാലത്ത് വിപണിയിലെത്തേണ്ട നാടൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത പകുതിയിലധികമായി കുറയാനാണ് സാധ്യത. പ്രതീക്ഷയോടെ കാത്തിരുന്ന കരിമുകിലുകൾ കൈയൊഴിഞ്ഞതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് കർഷക ഗ്രാമങ്ങൾ. ന്യൂസ് മലയാളം, കോഴിക്കോട്.